1997 രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, സുരേഷ് ഗോപി, നെടുമുടി വേണു, മധുപാൽ, ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് ഗുരു. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഓസ്കാർ സബ്മിഷനാണ് ഗുരു എന്ന സിനിമ. 1957 പുറത്തിറങ്ങിയ മദർ ഇന്ത്യ എന്ന സിനിമയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഓസ്കാർ സബ്മിഷൻ. ഈ ലോകത്ത് മതത്തിൻ്റെ പേരിലുള്ള വർഗീയതയും വിദ്വേഷവും എത്രത്തോളം നാൾ നിലനിൽക്കുന്നോ അത്രത്തോളം നാൾ ഗുരു എന്ന സിനിമയും അത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവും നിലനിൽക്കും. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികൾക്കും മതമാകുന്ന ഇലാമാപ്പഴത്തിൻ്റെ വിഷമേറിയ ചാറ് നൽകി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു ലോകത്ത് നമ്മൾ അവരെ തളച്ചിടുന്നു എന്നുള്ളതാണ് ഗുരു എന്ന സിനിമ ചർച്ച ചെയ്യുന്നതെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. ഇലാമാപ്പഴത്തിൻ്റെ കുരു അറിവും ജ്ഞാനവും ഉൾക്കാഴ്ചയും പകർന്നു നൽകുന്നത് പോലെ മതത്തിൻ്റെ അന്തസത്ത, അതിൻ്റെ കോർ, അറിവും ജ്ഞാനവും ഉൾക്കാഴ്ചയും പകർന്നു നൽകുമെന്നാണ് അവർ പറയുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നത് ഇലാമപ്പഴത്തിൻ്റെ ചാറ് വിഷമാകുന്ന പോലെ മതം തന്നെ വിഷമാണെന്നും അങ്ങനെ മതത്തിനെതിരായി സംസാരിക്കുന്ന ഒരു സിനിമയെന്നാണ് ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇലാമപ്പഴവും മതവും ഗുരുവും തമ്മിലുള്ള ബന്ധമൊന്നുമല്ല, ഇലാമപ്പഴം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ടി മുത്തുരാജ് എന്ന പ്രൊഡക്ഷൻ ഡിസൈനറാണ് ഇലാമപ്പഴം നിർമ്മിച്ചത് ഗുരു എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പപ്പായയിൽ നിന്നാണ് ഇലാമപ്പഴം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കുരുവായിട്ട് എടുത്തിരിക്കുന്നത് ബദാംഗായയാണ്.